എത്ര കഴിച്ചാലും കൊതി മാറാത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാൽമൺ ടസ്കാനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഓനിയനും ഗാർലിക്കും ഇട്ട് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് നമ്മുടെ ചീരയില ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുക. അതധികം വേവാൻ നിൽക്കേണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്ത്യൻ മസാല ഒന്നും തന്നെ ഞാനതിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത പൊടികളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്ത് 2 പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ 4 പേർക്കായിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും, അതായത് ഒന്ന് തിളച്ച് പൊട്ടി ഇങ്ങനെ വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മുടെ മെയിൻ താഴെ ഉണ്ടല്ലോ സാൽമൺ, അവരെ കുരുമുളകും സോൾട്ടും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് കുക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സാൽമൺ ടസ്കാൻ ഇതേ ഇവിടെ റെഡിയായി ഗായ്സ്. ഇതുണ്ടല്ലോ ചോറൊഴികെ വേറെ എന്തിൻ്റെ കൂടെയും പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് പൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.